ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്. നമുക്കൊന്നൊരു വീഡിയോയിലേക്ക് കിടക്കാം. പരിസ്ഥിതി കീസ് HSSൻ്റെ 30 ചോദ്യങ്ങളാണ് ഇന്നുള്ളത്. ലോക പരിസ്ഥിതി ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? ഉത്തരം ജൂൺ 5. സലീൻ വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. ഓസോൺ പാളിയുടെ പ്രധാന പ്രവർത്തനം എന്താണ്? ഉത്തരം അൾട്രാവയലറ്റ് കിരണങ്ങളെ തടയുക. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ദേശീയോദ്യാനം ഏത്? ആദ്യ ദേശീയോദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജൈവവൈദ്യുത ഹോട്ട്സ്പോട്ടായ പശ്ചിമ ബംഗാൾ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു? 6. ആഗോളതാപനത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഗൃഹവാതകം ഏത്? കാർബൺ ഡയോക്സൈഡ്. റാംസർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏത്? വേമ്പനാട് ലേക്ക്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന ഏത് സംഘടനയാണ്? ഉത്തരം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കോൺസർവേഷൻ നേച്ചർ. കാർബൺ ഫുട് പ്രിന്റ് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ ഹരിതഗൃഹവാതക ഉദ്വമനം. ഭൂമിയിലെ ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. പാരീസ് കരാർ ഏത് വർഷത്തിലാണ് നിലവിൽ വന്നത്? 2016. സ്വീകരണം മൂലം നേരിട്ട് ബാധിക്കപ്പെടുന്ന ജൈവചക്രം ഏത്? ഉത്തരം കാർബൺ ചക്രം. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഭൂമിയിലെ ശുദ്ധജലത്തിൽ ഏകദേശം എത്ര ശതമാനമാണ് ഹിമാനികളിൽ ഉള്ളത്? ഉത്തരം ഏകദേശം 69. എർത്ത് സമ്മിറ്റ് 1992 നടന്ന നഗരം ഏത്? ഉത്തരം റിയോ ഡെ ജാനെറിയോ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം രാജ്യം ഏത്? ബ്രസീൽ. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് റിസർവ് ഏത്? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിസ്റ്റ് റിസർവ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ ശരാശരി അളവ് എത്രയാണ്? ppm ആണ്. ഉത്തരം 420 ppm. അടുത്ത ചോദ്യം, സുന്ദർബൻസ് ഏത് നദീ ഡെൽറ്റയിലാണ്? ഉത്തരം ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. പരിസ്ഥിതി സംരക്ഷണ നിയമം ഇന്ത്യയിൽ പാസാക്കിയത് ഏത് വർഷം? 1986. ജൈവ വൈവിധ്യ കൺവെൻഷൻ CBD ഒപ്പുവെച്ചത് ഏത് ഉച്ചകോടിയിലാണ്? എർത്ത് സമ്മിറ്റ് 1992. ഏറ്റവും വലിയ മാംഗ്രോവ് പ്രദേശം ഏത്? സുന്ദർബൻസ്. ഗ്രീൻ ഹൗസ് എഫക്ട്സ് എന്ന ആശയം ആദ്യമായി വിശദീകരിച്ചത് ആര്? ജോസഫ് ഫൗരിയർ. അടുത്ത ചോദ്യം, അന്തരീക്ഷ മലിനീകരണ സൂചിക അളക്കാൻ ഉപയോഗിക്കുന്ന ചുരുക്കപ്പേര് ഏത്? AQI എയർ ക്വാളിറ്റി ഇൻഡെക്സ്. ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ഏത്? ഗാന്ധിനഗർ. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് സമുച്ചയം ഏത്? ഉത്തരം ഗ്രേറ്റ് ബാരിയർ റീഫ്. മോൺട്രിയൽ പ്രോട്ടോകോൾ പ്രധാനമായും ഏത് പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓസോൺ പാളി സംരക്ഷണം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? ഉത്തരം എരവിക്കുളം നാഷണൽ പാർക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.